ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതവും ലഹരി ഉപയോഗവും നിരവധി സ്ത്രീകളുടെ ജീവിതം ഇരുട്ടിലാക്കുന്നുണ്ട്. ഭർതൃവീടുകളിൽ നിശബ്ദമായി ദുരിതമനുഭവിക്കുന്ന എത്രയോ യുവതികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഭർത്താവിൻ്റെ പീഡനവും അതിക്രമവും ആട്ടും തുപ്പുമെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നവർ. പലപ്പോഴും പ്രതികരിക്കാൻ പോലും ആരും ധൈര്യം കാണിക്കില്ല. എന്നാൽ മലപ്പുറം തിരൂരിലെ ആ യുവതിക്ക് സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർന്നത് കണ്ടു നിൽക്കാനായില്ല. സഹോദരി ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതത്തെ അവൾ ചോദ്യം ചെയ്തു. പിന്നീട് അതിൻ്റെ പേരിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. കഴിഞ്ഞ ദിവസം കിടപ്പുമുറിയിൽ അതിക്രമിച്ച് കയറി സഹോദരി ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു. യുവതിയുടെ പരാതിയിൽ പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം തുവക്കാട് സ്വദേശിനിയായ യുവതിയെ സഹോദരി ഭർത്താവ് കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെ തിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പനമ്പാലത്തുള്ള സഹോദരിയുടെ വീട്ടിലെ ബെഡ്റൂമിൽ കിടക്കുകയായിരുന്ന തുവക്കാട് സ്വദേശിനി അനീഷയ്ക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഫൈസലിന്റെ അവിഹിത ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിലുള്ള മുൻവൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്ന് യുവതികൾ ആരോപിക്കുന്നു. മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി മോട്ടോറിന്റെ പവർ പ്ലഗ് ഘടിപ്പിക്കുന്ന ഭാരമേറിയ എക്സ്റ്റൻഷൻ ബോക്സുകളും കേബിളും ഉപയോഗിച്ച് മുഖത്തും കഴുത്തിലും അടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയുണ്ട്. കൂടാതെ കേബിൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിക്കാൻ ശ്രമിക്കുകയും മാറിടം പിടിച്ചു വലിക്കുകയും കയ്യിൽ കടിച്ചും കാലിൽ ചവിട്ടിയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.